ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി രജനീകാന്ത് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. നീണ്ട 33 വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ തമിഴ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ ആളിക്കത്തിച്ച, തിയേറ്ററുകൾ പ്രകമ്പനം സൃഷ്ടിച്ച ആ ഒരു സിനിമ റിലീസ് 4K റീമാസ്റ്ററിലെത്തുകയാണ്. ഇന്ന് റിലീസിൻ്റെ കാലഘട്ടമാണ്. അങ്ങനെ തമിഴിൽ നിന്ന് ഒരു റിലീസ് എത്തുകയാണ്. അത് വേറെ ഒന്നുമല്ല, ദളപതി എന്ന സിനിമയാണ്. മമ്മൂട്ടിയും രജനീകാന്തും നിറഞ്ഞാടിയ ആ ഒരു സിനിമ നമുക്ക് ഏവർക്കും അറിയാം. മലയാളികൾക്ക് ഏറ്റവും സുപരിചിതമായ ഒരു തമിഴ് ചിത്രമായി മാറുന്നു അത് ആ ഒരു കാലഘട്ടം മുതൽ. 1991 ഇറങ്ങിയ ഈ ഒരു സിനിമ മമ്മൂട്ടിയുടെയും രജനീകാന്തിൻ്റെയും കെമിസ്ട്രി കൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. തമിഴ് ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളിലെ ഒരു സിനിമ, തമിഴ് ഇൻഡസ്ട്രിയിലെ ആ കാലഘട്ടത്തിലെ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ കോസ്റ്റ് വന്ന സിനിമ. 3 കോടിയോളമായിരുന്നു ആ സിനിമയ്ക്ക് അന്ന് പ്രൊഡക്ഷൻ കോസ്റ്റ് വന്നത്. പിന്നീട് സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഇൻഡസ്ട്രി ഹിറ്റാകുന്ന ഒരു കാര്യവും നമ്മൾ കണ്ടു. മികച്ച നടനായി രജനീകാന്ത് തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച സംവിധായകനായി മണിരത്നവും തിരഞ്ഞെടുക്കപ്പെട്ടു. വീണ്ടും 33 വർഷങ്ങൾക്ക് ശേഷം രജനീകാന്തിൻ്റെയും മമ്മൂട്ടിയുടെയും ആ സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, എല്ലായിടത്തും പ്രകമ്പനം കൊള്ളിക്കുകയും തിയേറ്ററുകൾ തീ പിടിക്കുകയും ചെയ്യും. ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ആ സിനിമ ഇറങ്ങിയപ്പോൾ ആദ്യം ഇറങ്ങിയ കഥകളിൽ ഇങ്ങനെയായിരുന്നു: രജനീകാന്ത് മരിക്കുന്ന സീൻ, തിയേറ്ററുകൾ തീയിടുന്നു, അഭ്രപാളികൾ വലിച്ചു കീറുന്നു, പിന്നീട് സിനിമയുടെ മാറ്റുന്നു ക്ലൈമാക്സ്, മമ്മൂട്ടി അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ക്യാരക്ടർ ചെയ്ത, അല്ലെങ്കിൽ മമ്മൂട്ടി ചെയ്ത ആ ഒരു ക്യാരക്ടർ മരിക്കുന്നു എന്ന് തന്നെ പറയാം. അതെ, സൂര്യയും ദേവയും നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ഇപ്പോഴും നമുക്ക് എടുത്തു പറയാം, പലപ്പോഴും ആക്ഷൻ രംഗങ്ങളും സ്റ്റണ്ടും എല്ലാം ചേരുമ്പോൾ ഇന്ന് മലയാളത്തിൽ എണ്ണം തികഞ്ഞ പല സിനിമകളുടെ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ മുകളിൽ നിൽക്കുന്നതായിരുന്നു മമ്മൂട്ടിയുടെ ആ ഒരു പ്രകടനം സിനിമയിലേത്. എന്തിന്, നമ്മൾ ഒരുപാട് പേർ കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ നരസിംഹത്തിനകത്തിൽ മോഹൻലാൽ മുണ്ട് കാലുകൊണ്ട് എടുത്തിട്ട് ഓടുന്ന ഒരു സീനുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സിനിമയിലെ ആ സീനിനകത്തിൽ മമ്മൂട്ടി അതേപോലെ തന്നെ കാലുകൊണ്ട് മുണ്ടെടുത്തിട്ട് മടക്കി കുത്തിയിട്ട് ഓടുന്ന ഒരു സീനുണ്ട്. അത് രണ്ടും കൂടെ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് നോക്കാം. നമ്മൾ പണ്ടപ്പോഴും ഒരു വീഡിയോയും ചെയ്തിരുന്നു. അതെ, അത് തന്നെയാണ് പറയുന്നത്. കാലങ്ങൾക്ക് മുമ്പ് പിറന്ന, അല്ലെങ്കിൽ അമ്മാതിരി ഒരു അപ്പിയറൻസ് ഉള്ള സിനിമ തന്നെയായിരുന്നു. ഒട്ടുമിക്ക താരങ്ങളും മലയാളത്തിൽ നിന്ന് തന്നെ ഉള്ളവരായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് സുപരിചിതമായ ആളുകൾ തന്നെയായിരുന്നു. രജനീകാന്ത്, മമ്മൂട്ടി, അരവിന്ദ് സ്വാമി, അമരീഷ് പുരി, ശ്രീവിദ്യ, ഭാനുപ്രിയ, ശോഭന, ഗീത, നാഗേഷ്, പിന്നെ നമുക്ക് മനോജ് കെ ജയൻ, അങ്ങനെ തുടങ്ങുന്നു വലിയ ഒരു താരനിര. വീണ്ടും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ആരൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? ഡിസംബർ 12 തലൈവരുടെ പിറന്നാൾ ദിനത്തിൽ തന്നെ ഈ സിനിമ എത്തിക്കുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം: 167 മിനിറ്റുള്ള ഈ ഒരു സിനിമ നവംബർ 5 1991 റിലീസ് ചെയ്തപ്പോൾ അന്നത്തെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ സിനിമ വീണ്ടും റിലീസ് സിനിമകളുടെ ചരിത്രത്തിൽ ഏത് രീതിയിലേക്ക് എത്തും എന്നുള്ളത് കാത്തിരിക്കാം. രജനീകാന്ത് ആരാധകരും മമ്മൂട്ടി ആരാധകർക്കും അതൊരു സുവർണ നിമിഷം. അഭ്രപാളികളിൽ തിളങ്ങുന്ന ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേർ കാത്തിരിക്കുന്നു. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ഒത്തിരി ആളുകളുണ്ട്. അന്ന് രജനി എന്ന് പറഞ്ഞാൽ മരിക്കാൻ എന്നുള്ള ജനങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് എങ്ങനെയെന്നുള്ളത് നമുക്ക് ഈ ഒരു ഇതിനകത്തിൽ കാണാം. നമുക്കറിയാം, സമീപകാലത്ത് രജനീകാന്തിൻ്റെ ജയിലർ എന്ന സിനിമ ഉണ്ടാക്കിയ പ്രകമ്പനം എത്രത്തോളമായിരുന്നു. പ്രത്യേകിച്ച് മോഹൻലാൽ അതിനകത്തുള്ളത് കൊണ്ട് തന്നെ മലയാളത്തിൽ അതൊരു വലിയ ഹിറ്റായി മാറുകയും ചെയ്തു എന്നുള്ളതാണ്. കാത്തിരിക്കാം. നിങ്ങൾ ആരൊക്കെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? ഒപ്പം റിലീസ് ദിനത്തിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ കമൻസിലൂടെ രേഖപ്പെടുത്താം. ഗ്രേറ്റ് മീഡിയാസ്.